ഹായ് കീം എക്സ്പീരിയൻസ്. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലെയും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടുവിലെ 7ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇൻ്റഗ്രൽസ് ആണ്. ഇൻ്റഗ്രൽസിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിലുള്ള കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഒരുപാട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നല്ലതുപോലെ എക്സാം എഴുതുക എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം നമ്മുടെ ഇൻ്റഗ്രൽസിൽ നിന്നുള്ള കുറച്ച് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്. ഭയങ്കര ഹാർഡായിട്ടുള്ളതൊന്നും അല്ല കേട്ടോ ഇൻ്റഗ്രൽസ്. ചെറിയ ചെറിയ ട്രിക്കുകളും ടിപ്പുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്, sin 2x by sin x ആണ്. ഇതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ്. sin 2x by sin x. നമുക്ക് ട്രിഗണോമെട്രിയെ പറ്റി ഐഡിയ വേണം, അതേപോലെ തന്നെ ഇൻ്റഗ്രൽസിനെ പറ്റി നല്ല ധാരണ വേണം. ഈ ചോദ്യം എങ്ങനെയാണ് നമ്മൾ ചെയ്യാം? നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം ഞാൻ പറയാം. sin 2x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 sin x cos x അല്ലേ? 2 sin x cos x താഴെ ഓൾ ഡിവൈഡഡ് ബൈ sin x ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്ക്. സിമ്പിളായിട്ട്. കാരണം ഈ sin x കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 cos x മാത്രമേ വരൂ. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് 2 കോൺസ്റ്റൻറ്റ് പുറത്ത് cos x dx. cos x ഇൻ്റഗ്രേറ്റ് ചെയ്താൽ sin x അല്ലേ? അപ്പോൾ ആൻസർ 2 sin x പ്ലസ് സി വരും. 2 sin x പ്ലസ് സി. ഓപ്ഷൻ ഉണ്ടോ നോക്ക്. യെസ്, ഓപ്ഷൻ ഇ ഈസ് ദ റൈറ്റ് വൺ. 2 sin x പ്ലസ് സി. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. log 1 plus x ഡിവൈഡഡ് ബൈ 1 plus x. എങ്ങനെ ഈ ചോദ്യം ചെയ്യുക? ഇൻ്റഗ്രൽ log 1 plus x ഡിവൈഡഡ് ബൈ 1 plus x. നിങ്ങൾക്ക് ചോദ്യം കാണുമ്പോൾ തന്നെ ഏത് ടൈപ്പിലേക്ക് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഒക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. log x ചെയ്യുന്ന സമയത്ത് log x-ൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. log 1 plus x ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 1/1 plus x ആണ്. ശരിയല്ലേ? അപ്പോൾ ഞാനിവിടെ ടി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്യുമ്പോൾ ടി ആയിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് 1 plus x-നല്ല. 1 plus x-നെ ടി ആയിട്ട് കൊടുത്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ log 1 plus x-ന് പകരം ടി കൊടുത്തു നോക്ക്. log 1 plus x-ന് പകരം ടി കൊടുത്താൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് രണ്ട് ഭാഗത്തും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നോക്ക്, ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി ടി ബൈ ഡി എക്സ്. log x-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/x അല്ലേ? അപ്പോൾ log 1 plus x-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/1 plus x ഇൻറ്റു പിന്നെ നമ്മളിതാ ഇതിനെ കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 1-ൻ്റെത് 0, x-ൻ്റെത് 1. അപ്പോൾ ഒരു ഇൻറ്റു 1 കൂടി വരും. അപ്പോൾ ബേസിക്കലി ഇത് മതി. ഇനി ചോദ്യത്തിൽ നിങ്ങൾ നോക്കിക്കോ, പെട്ടെന്ന് ചെയ്ത് തീർക്കണം കേട്ടോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്കത് പെട്ടെന്ന് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റണം. സ്റ്റെപ്പൊന്നും എഴുതാതൊക്കെ എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. നോക്കിക്കേ, ഇവിടെ dx ബൈ 1 plus x ഉണ്ടല്ലോ. അപ്പം ഞാൻ ഈ dx ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ dt ഈസ് ഈക്വൽ ടു 1 into dx ഡിവൈഡഡ് ബൈ 1 plus x. സിമ്പിൾ കാര്യം. ഇനി നിങ്ങളിതിവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസറും കിട്ടിയിടാം. log 1 plus x-ന് പകരമാണ് നമ്മൾ ടി കൊടുത്തത്. ഈ dx ബൈ 1 plus x-ന് പകരം dt ഉണ്ട്. അപ്പോൾ ടി dt. ടി റൈസ് ടു 1-ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടി റൈസ് ടു 1 plus 1 by 1 plus 1, അതായത് t² / 2 plus c. ഇനി ടി ആയിട്ട് നിങ്ങൾ എടുത്തത് log 1 plus x അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ വരിക 1/2 log 1 plus x. ആൻഡ് ഇതിൻ്റെ സ്ക്വയർ ആണ് കേട്ടോ, ഇതല്ലേ ടി. ആൻഡ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് സി. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഓപ്ഷൻ ഉണ്ടോ നോക്ക്. 1/2 log 1 plus x the whole square plus c. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരിക. വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല. റെഡി? സിമ്പിൾ ചോദ്യം. അടുത്ത നോക്ക്. f dash x equal to 3x square minus 2/x³ and f of 1 equal to 0 then f of x. നിങ്ങൾ പ്രധാനമായിട്ടും ഇൻ്റഗ്രൽസിൽ ബേസിക് കൺസെപ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഒരു ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ആൻസർ കിട്ടുന്നത്, അതായത് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണോ, ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണോ, അപ്പോൾ എന്തെങ്കിലും ഒരു ആൻസർ കിട്ടും. ആ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് f dash x. അപ്പോൾ ഈ ഫംഗ്ഷന് ഈ ഡെറിവേറ്റീവായിട്ട് കിട്ടിയ ആൻസർ ഇല്ലേ, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ f dash x-ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ആരെ തന്നെ കിട്ടണം? ആ ഫംഗ്ഷൻ തന്നെ കിട്ടണം. ഇതാണ് ആൻറ്റി ഡെറിവേറ്റീവ് പ്രോസസ്സ് എന്ന് ഇൻ്റഗ്രലിനെ വിളിക്കാൻ കാരണം. അതായത് നിങ്ങളൊരു ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, ആ ആൻസറിനെ തിരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ തന്നെ കിട്ടണം. റെഡി? സിമ്പിൾ കാര്യമാണ്. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചത് ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതായത് 3x² minus 2/x³ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് f of x കിട്ടും. അപ്പോൾ f of x ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 3x² minus 2/x³ dx. ഇതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണേ. അതാണ് നിങ്ങളുടെ സ്കിൽ എന്ന് പറയുന്നത്. പെട്ടെന്ന് ചെയ്ത ആൻസറിലേക്ക് എത്താം. 3 കോൺസ്റ്റൻറ്റ് x² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³/3 അല്ലേ കിട്ടുക? ശരി. -2 കോൺസ്റ്റൻറ്റാണ്. 1/x³ എന്ന് പറഞ്ഞാൽ x⁻³ അപ്പോൾ x⁻³ വേണമെങ്കിൽ ഞാനത് എഴുതാം. x⁻³ x⁻³ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കി ഈ 3 വേണേൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ x³ വരും.
ആൻഡ് -2 ഇൻറ്റു x⁻³ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -3 + 1 -2. അപ്പോൾ x⁻² ഡിവൈഡഡ് ബൈ -2 പ്ലസ് എന്ന് വരിക. ഈ -2 ഈ -2 കട്ട് ചെയ്യാം. അപ്പോൾ x³ ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒന്നുമില്ല, പ്ലസ് മാത്രമാക്കി എഴുതിയാൽ മതി. പ്ലസ് x⁻² ആണ്. x⁻²നെ 1/x² ഒന്നും പറഞ്ഞു എഴുതാം. പ്ലസ് ലാസ്റ്റ് സി വരും. ഇതാണ് ബേസിക്കലി ഫംഗ്ഷൻ. പക്ഷേ ഇങ്ങനെയല്ല ആൻസർ ഉള്ളത്. നമുക്ക് ആ സീൻ്റെ വാല്യൂം കൂടി ഇവർ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആ ക്വസ്റ്റ്യനിൽ വേറൊരു ഹിൻറ്റും തന്നിട്ടുണ്ടല്ലോ. f(1) 0 ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? f(x) കിട്ടിയില്ലേ? f(1) 0 ആയതുകൊണ്ട് നിങ്ങളിവിടെ എക്സിലടുത്തൊക്കെ 1 കൊടുത്തു നോക്ക്. അപ്പോൾ 1³ പ്ലസ് 1/1² പ്ലസ് സി = 0 എന്ന് കിട്ടും. അതായത് ഇത് 1 ഇതും 1. അപ്പോൾ 1 + 1 2 2 + c = 0 എന്ന് കിട്ടും. c = -2 എന്ന് കിട്ടും. സീൻ്റെ വാല്യൂ കിട്ടിയാൽ ജസ്റ്റ് ഇവിടെ റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ f(x) വരും എങ്ങനെയാണെന്ന് അറിയോ? x³ പ്ലസ് 1/x² പ്ലസ് സിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? -2 കൊടുക്കും. അപ്പോൾ ഇതാണ് ആൻസർ വരിക. x³ പ്ലസ് 1/x² -2. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ്. റെഡി? ഓക്കെ അല്ലേ? സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് ഫംഗ്ഷൻ കിട്ടും എന്നുള്ളത്. ഓക്കെ. ആൻഡ് അടുത്ത ചോദ്യം നോക്കാം. ഇൻറ്റഗ്രൽ 2x² + 4x + 3/x² + x + 1. ഒരു റാഷണൽ ഫംഗ്ഷനാണ്. റാഷണൽ ഫംഗ്ഷനിൽ മുകളിലും താഴെയും നിങ്ങൾക്കൊരു പോളിനോമിയൽ കാണാം വിത്ത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ അധികവും നമ്മൾ ചെയ്യാറുള്ളത് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതിന് വേറൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് മുകളിലും താഴെയുള്ളത് സെയിം ഡിഗ്രി ആണ്. അപ്പോൾ അത് പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ ആയിട്ടൊന്നുമില്ല. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണമെങ്കിൽ പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ ഒക്കെ ആവണം. സോ ഞാൻ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കും. ഇവിടെ ഒരു x² + x + 1 ഉണ്ട്. ഇവിടെ ആ x² + x + 1 എനിക്ക് കോമൺ എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇവിടെ 2x² ഇങ്ങനെ മാറ്റി ചെയ്ത ഇതിനെ 2x² ഇവിടെ x അല്ലേ ഉള്ളത്. അപ്പോൾ ഒരു 2 കോമൺ എടുത്താൽ മതി. അപ്പോൾ വീണ്ടും ഒരു x കിട്ടണം. പ്ലസ് 3നെ ഞാൻ 2 + 1 എന്നും പറഞ്ഞിട്ട് എഴുതി. ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമല്ല. സോറി, 2x എന്ന് മാത്രം എഴുതിയാൽ പോരെ. 2x + 2 + 1 എന്ന് പറഞ്ഞ് തന്നെ എഴുതണം. എന്നാലേ അതിൽ കാര്യമുള്ളൂ. ഓക്കെ. ദെൻ താഴെ x² + x + 1. ഇതൊക്കെ കുറച്ച് നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ കിട്ടുന്നതാണ് കേട്ടോ, ബുദ്ധിമുട്ടുള്ളതല്ല. അതൊക്കെ ഞാൻ ഇവിടുന്ന് ഒന്നുകൂടി മാറ്റിയിട്ട് 2x² 2x അതേപോലെ തന്നെ 2 ഒരുമിച്ചെടുത്തു. എന്നിട്ട് ബൈ x² + x + 1 എന്ന് പറഞ്ഞിട്ട് ഒരു ടേം ആക്കി. അപ്പോൾ അതാ 2x² എടുത്തിട്ടുണ്ട്, 2x എടുത്തിട്ടുണ്ട്, 2 എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി 2x + 1 ആണുള്ളത്. അപ്പോൾ അതാ നോക്ക് പ്ലസ് 2x + 1 ഡിവൈഡഡ് ബൈ x² + x + 1 എന്ന് പറഞ്ഞിട്ട് വേറെയും കൊടുത്തു. ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് പ്രത്യേകിച്ച് തെറ്റില്ലല്ലോ. ഇവിടെ എല്ലായിടത്തും 2 കാണാം, നിങ്ങൾക്ക് 2 കാണാം. അപ്പോൾ 2 കോമൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ നോക്ക് 2 കോമൺ എടുത്തിട്ടുണ്ടെങ്കിൽ x² അതുകൊണ്ട് താഴെ ഉള്ളത് തന്നെ മുകളിലും വരണം എന്നുള്ള രീതിയിലാണ് ഞാൻ 2 വെച്ചിട്ട് ഇങ്ങനെ എഴുതിയത്. അപ്പോൾ നോക്കി ഇവിടുന്ന് 2 എടുത്താൽ x, 2ന്ന് 2 എടുത്തിട്ടുണ്ടെങ്കിൽ 1, താഴെ എന്താ കിട്ടുക? x² + x + 1 കിട്ടും. സിമ്പിൾ അല്ലേ? ഇനി ഇതാ നോക്കിക്കുക, ഈസി, കഴിഞ്ഞു. ഇത് വേണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെയും ചെയ്യാം. അപ്പോൾ ഇതാ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാം. 2x + 1 ഡിവൈഡഡ് ബൈ x² + x + 1 dx. ഇനി നിങ്ങൾ നോക്കി ഇവിടെയും dx കൊടുക്കാം. മുകളിലും താഴെ സെയിമാ, കട്ട് ചെയ്ത് പോയി. അപ്പോൾ കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത ഫൈനൽ ആൻസറിലേക്ക് വരുന്ന സമയത്ത് പിന്നെ നിങ്ങൾക്ക് കിട്ടുക എന്താണെന്നറിയോ? കട്ട് ചെയ്ത് പോയാൽ മുകളിൽ ഒരു 2 dx ഉണ്ടാവും. 2 dx പ്ലസ് ഇവിടുത്തെ കേസ് നോക്ക് നിങ്ങൾ. ഇവിടുത്തെ കേസിൽ ഇതൊരു ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അല്ലേ ഇത്? x² + x + 1ൻ്റെ ഡെറിവേറ്റീവ് 2x + 1 അതാ മുകളിലുള്ളത്. അപ്പോൾ log f(x) എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരിക എന്താണെന്നറിയോ? നമുക്ക് ഇത് ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ എഴുതാം. 2x + 1 ഡിവൈഡഡ് ബൈ x² + x + 1. സിമ്പിൾ കാര്യം. 2 കോൺസ്റ്റൻറ്റ് dxന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ x പ്ലസ് ഇവിടെ log f(x) എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഫംഗ്ഷൻ എന്താ? x² + x + 1. അപ്പോൾ അതാ log x² + x + 1. ലാസ്റ്റ് ആര് കൂടി കൊടുക്കുക? സി കൂടി കൊടുക്കുക. പെർഫെക്റ്റ് ആൻസർ. ഈസി. ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ തന്നെ എങ്ങനെ ചെയ്താലും നമ്മൾ 4 സ്റ്റെപ്പിലേക്ക് ഇത് തീരും. അപ്പോൾ അത്രയും വേണ്ട. നിങ്ങൾക്ക് ആ ഒരു ഐഡിയ പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഒരു 2 സ്റ്റെപ്പിലൊക്കെ എഴുതി ആൻസർ തീർക്കാൻ പറ്റും കേട്ടോ. നോക്ക് 2x + log x² + x + 1. ഇതല്ലേ ആൻസർ വരിക? 2x + log x² + x + 1. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ നിങ്ങൾക്ക് ബേസിൽ എക്സ്പോണൻസ് കാണാം കേട്ടോ. നമ്മൾ സാധാരണ എഴുതുന്ന log x എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നിടത്തൊക്കെ ബേസ് ഇ ആണ്. നമ്മൾ മാത്സിൽ എഴുതുന്ന log x എന്ന് പറഞ്ഞ് എഴുതുന്നതൊക്കെ ബേസ് ഇ ആണ്. അപ്പോൾ ഇവിടെ അങ്ങനെ കൊടുത്തത് കൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ലോഗ് എന്ന് പറഞ്ഞ് എഴുതുന്നത് ബേസ് ഇ വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത നോക്ക്,
ഇത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ് അല്ലേ? അതായത് ഇതിൻ്റെ ആൻസർ ആൽഫ പ്ലസ് ബീറ്റ റൂട്ട് 3 ആണെങ്കിൽ വാട്ട് ഈസ് വാല്യൂ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ? നല്ലൊരു ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എന്തായാലും നിങ്ങൾ അതിൻ്റെ ആ ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വാല്യൂ എത്ര എന്നുള്ളത് ആദ്യം ഒന്ന് കാണും. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് -6x² + 18 ഇതിനാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. സിമ്പിൾ കാര്യമാണ്. -6 ഓക്കെ കോൺസ്റ്റൻറ്റ്, x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x³/3 എന്ന് കിട്ടും, +18 ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 18x എന്ന് കിട്ടും. ആൻഡ് നിങ്ങൾക്ക് ലിമിറ്റിൽ ലോവർ ലിമിറ്റ് ആയിട്ട് -√3 അപ്പർ ലിമിറ്റ് ആയിട്ട് 1 ഉണ്ട്. ഇത് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ -2x³ + 18x എന്നാണല്ലോ കിട്ടുക. ഓക്കെ, നിങ്ങൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പർ ലിമിറ്റ് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ -2 × 1³ + 18 × 1 -√3 കൊടുത്തിട്ടുണ്ടെങ്കിൽ -2 × -√3ൻ്റെ ക്യൂബ് + 18 × -√3 എന്നാണ് കിട്ടുക. ഓക്കെ, നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ ഇവിടെ ആൻസർ 18 -2 × 1 എന്ന് പറഞ്ഞാൽ -2 + 18 യു വിൽ ഗെറ്റ് 16 മൈനസ് ഇവിടുത്തെ കേസിലോ -√3ൻ്റെ ക്യൂബാണ്. അതായത് നെഗറ്റീവിൻ്റെ ക്യൂബ് ആയതുകൊണ്ട് എന്തായാലും ആൻസറിൽ ഒരു നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ -√3 ക്യൂബ് ആയതുകൊണ്ട് √3 × √3 × √3 √3 × √3 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ 3√3 എന്ന് വരും. മൈനസും ഉണ്ടാവും, മൈനസും പ്ലസ് ആവും. പ്ലസ് ആയേ പിന്നെ 2 × 3 6 ആ വരിക. അപ്പോൾ 6√3 എന്നാണ് ആൻസർ വരിക. 3√3 -3√3 ആണ് വരിക. മൈനസും പ്ലസ് ആയി 2 × 3 6 ആയി, ബാക്കിയുള്ള √3. ഇത് -18√3 എന്നും കിട്ടും. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ആൻസർ നോക്കിക്കോ. 6√3 -18√3 അതായത് -12√3 കിട്ടും. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, -12√3. സോ ഫൈനൽ ആൻസർ വിൽ ബി 16 + 12√3 എന്ന് കിട്ടും. ഇനി ചോദ്യം നോക്ക്, ആൻസർ ആൽഫ പ്ലസ് ബീറ്റ √3 എന്നാണ് പറഞ്ഞത്. ഇതാ നോക്കേ, അതേ ഫോമിലാണ് ഉള്ളത്. ആൽഫ പ്ലസ് ബീറ്റ √3 അതായത് ആൽഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതാ? ആൽഫ ഈസ് ഈക്വൽ ടു 16 അല്ലേ? ബീറ്റയോ നോക്ക്, √3ൻ്റെ കോയിഫിഷ്യൻ്റാ ബീറ്റ. അപ്പോൾ അത് 12. അപ്പോൾ 16 + 12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ വിൽ ബി 18 അല്ല 28 കേട്ടോ. 16 + 12 അല്ലേ? അപ്പോൾ 28. 16 + 12 28 ആൻസർ വരിക. നല്ല ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ നോക്കാം. കൺഫ്യൂഷൻ ഒന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊന്നും കണ്ട് പേടിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താണോ വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ √3. ആൽഫയും ബീറ്റയും നിങ്ങൾക്ക് അവിടെ ഇക്വേറ്റ് ചെയ്തുകൊണ്ട് കണ്ടെത്താം. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. ഇതൊരു പ്രോപ്പർട്ടി വെച്ചിട്ടുള്ളതാണ്. നിങ്ങളിതാ 0 to 1 tan inverse t dt π/4 -½ log 2 ആണെങ്കിൽ വാട്ട് ഈസ് 0 to 1 tan inverse 1 - t dt എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടി കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ലോവർ ലിമിറ്റിൽ 0 വന്നാൽ ഇതെപ്പോഴും ഈ ഒരു പ്രോപ്പർട്ടിയുടെ സാധ്യത നിങ്ങൾ പരിശോധിക്കണം. 0 to a f(x) dx എന്ന് പറയുന്നത് 0 to a f(a - x) dx തന്നെയായിരിക്കും. ഇവിടെ എക്സിന് പകരം വേറെ ഏതാ വേരിയബിൾ വന്നാലും നോ പ്രോബ്ലം. ടി ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും നോ പ്രോബ്ലം, അത് തന്നെ. അതായത് ഇത് രണ്ടും സെയിം ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്ക്, 0 to 1 tan inverse t dt = π/4 -1/2 log 2. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഇത് ഫംഗ്ഷൻ ആയിട്ടും ഇത് എ ആയിട്ടും എടുക്കാൻ പോവാണേ. അപ്പോൾ അതാ നോക്ക്, 0 to 1 tan inverse t dt. ഓക്കെ, ഇത് ഞാൻ f(t) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ടും എ എന്ന് പറയുന്നത് 1 ആയിട്ടും കൺസിഡർ ചെയ്തു എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, നിങ്ങൾ ഇതേപോലെ തന്നെ നോക്കിക്കോ. ഇതേ ആൻസർ തന്നെയാണ് എപ്പോഴും കിട്ടുക. 0 to a അതായത് 0 to 1 f(a - t) വെച്ചാലും ഇതേ ആൻസർ തന്നെയല്ലേ കിട്ടുക. ഇതിൻ്റെ സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുക. അപ്പം അങ്ങനെയാണ് f(a - t) എന്ന് പറഞ്ഞാൽ f(1 - t) ചെയ്താൽ മതിയിടാം. അപ്പോൾ 0 to 1 f(1 - t) dt സെയിം ആൻസറാണ് വരിക. സോ f(1 - t) എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇവിടെ f(t) എന്താ? tan inverse t. അപ്പോൾ ടി ഉള്ള സ്ഥാനത്ത് ആരെ കൊടുത്താൽ മതി? 1 - t റീപ്ലേസ് ചെയ്താൽ പോരെ. f(t) ആണ് tan inverse t. അപ്പോൾ f(1 - t) എന്ന് പറഞ്ഞാൽ ടിക്ക് പകരം 1 - t കൊടുക്കും. സോ നമ്മുടെ ആൻസർ വരുന്നത് എന്തായിരിക്കും അറിയോ? 0 to 1 tan inverse 1 - t എന്നായിരിക്കും. അപ്പോൾ അത് രണ്ടും, അതായത് ഇതും സെയിം ആയിരിക്കുന്ന, ഇതിൻ്റെ ആൻസർ സെയിം ആയിരിക്കും എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ആൻസർ π/4 -½ log 2 ആണെങ്കിൽ 0 to 1 tan inverse 1 - t dt ആൻസർ എന്ത് തന്നെ ആയിരിക്കും? π/4 -½ log 2. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഒരു ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതല്ലേ ഉള്ളൂ, π/4 -½ log 2. യെസ്, ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഐഡിയ കിട്ടിയോ? അപ്പോൾ നമ്മൾ 2 ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ക്വസ്റ്റ്യനും ഒരു 4 ഇൻഡെഫിനിറ്റിൻ്റെ ക്വസ്റ്റ്യനുമാണ് ചെയ്തത്.
കൃത്യമായിട്ട് പഠിക്കുക. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിൻ്റെ ചോദ്യങ്ങളൊക്കെ. നമ്മൾ ബോർഡ് ലെവലിലുള്ളതുപോലുള്ള അങ്ങനത്തെ ചോദ്യങ്ങൾ കുറവാണ്. അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്, പക്ഷേ കുറച്ചുകൂടി ഒന്ന് ലെവൽ കൂടി നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷേ സിമ്പിളായിരിക്കും. ഇൻ്റഗ്രൽസൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാര്യം മനസ്സിലാക്കിയാൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഇനിയും ആപ്പിലെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ടൈമാണിത്. അപ്പോൾ ഇപ്പം തന്നെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ടിപ്പുകളൊക്കെ ആയിട്ട് അടിപൊളി ക്രാഷ് ബാച്ച് അല്ലെങ്കിൽ അടിപൊളി ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. സോ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.